ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി. കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 മരണം. 2 പേരുടെ നില ഗുരുതരം. നിരവധി പേർക്ക് പരിക്കുണ്ട്. നിയന്ത്രണം വിട്ട് ബസ് കലുങ്കിലിടിച്ച് മറിയുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്താനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവെച്ചു. വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് രാഹുൽ സുരേഷും, ലിസ ആശുപത്രിയിൽ നിന്ന് സമീർ സി മുഹമ്മദും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും ചേരും. ആദ്യം രാഹുൽ സുരേഷിലേക്ക്. രാഹുൽ, ഏതായാലും പുഴയിലെ അടക്കം തെരച്ചിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. ബസ് തൽക്കാലം ഉയർത്തേണ്ട എന്ന തീരുമാനത്തിലാണോ? ഈ അപകടത്തിനിടയാക്കിയത് എന്താണ്, അതിന്റെ കാരണം എന്താണ് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? ഗോകുൽ, ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരുന്നു പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴ പാലത്തിൽ ഈ അപകടം നടക്കുന്നത്. തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് ഇവിടെ ഈ കൈവരി തകർത്തുകൊണ്ട് താഴേക്ക് പതിച്ചത്. ബസ്സിൽ 40ഓളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 65 വയസ്സുള്ള വേലംകുന്നേൽ കമല, അതോടൊപ്പം തന്നെ ആനക്കാമ്പൊയിൽ സ്വദേശിയായ 75 വയസ്സുള്ള ത്രേസ്യാമ തുടങ്ങി 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ 4 പേരെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 3 ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 22 പേർ നിസാര പരിക്കുകളോടെ മുക്കത്തെ 3 ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ്. ഈ പാലത്തിന്റെ കാലപ്പഴക്കമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. അതിന് വലിയൊരു ക്രെയിൻ ഇവിടെ കൊണ്ടുവരണം. ആ വലിയ ക്രെയിൻ കൊണ്ടുവന്ന ശേഷമായിരിക്കും ഇനി ബസ് മുകളിലേക്ക് ഉയർത്തുക എന്നാണ് പോലീസും ഫയർഫോഴ്സും വ്യക്തമാക്കുന്നത്. അല്പം മുമ്പ് ചെറിയ ക്രെയിന്റെ സഹായത്തോടെ ബസ് ഉയർത്താൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് പരാജയപ്പെടുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ ബസിന്റെ അടി കുടുങ്ങിക്കിടന്ന 2 പേരാണ്, ഈ ബസിന്റെ മുൻഭാഗത്ത് യാത്ര ചെയ്തിരുന്ന ഈ വെള്ളത്തിൽ ആദ്യം പതിച്ച 2 പേരാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെയും സന്നദ്ധരുടെയും നേതൃത്വത്തിൽ ഏറെ നേരം ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആരും ഇവിടെ ഇല്ല എന്ന സ്ഥിരീകരണം വന്നത് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത്. ഇനിയൊരു വലിയ ക്രെയിൻ കൊണ്ടുവന്ന ശേഷമായിരിക്കും ഇനി ഈ ബസ് ഉയർത്തുക എന്നാണ് പറയുന്നത്. 2 മണിക്കായിരുന്നു അപകടം. ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണമായത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ മുഴുവൻ സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെ ഇവിടേക്ക് ഓടിയെത്തി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ അപകടം നടന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈവരിയാണ്. ഈ കൈവരിയും ഈ പാലത്തിന് ഇല്ല എന്ന കാര്യം വ്യക്തമാണ്. 1966 പണിതൊരു പാലം കൂടിയാണ് ഇത്. പുതുക്കി പണിയണമെന്ന കാര്യം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അത് അംഗീകരിച്ചില്ല, അത് നടത്തില്ല. അതാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് എന്താണെങ്കിലും ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും അപകടത്തിൽ ആരെയും കാണാതായിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നു. അവിടുത്തെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി സമീർ സി മുഹമ്മദിലേക്കാണ്. ലിസ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട് സമീർ സി മുഹമ്മദ്. സമീർ, അവിടെ പരിക്കേറ്റ് എത്തിയ ആളുകളുടെ ആരോഗ്യനില എങ്ങനെ? ആരൊക്കെയാണ് ചികിത്സയിലുള്ളത്? എത്ര പേരുണ്ട് ഈ ലിസ ആശുപത്രിയിൽ? ഗോകുൽ, ശാന്തി ആശുപത്രിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആണ് ബസ്സിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിൽ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 7 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കണ്ടക്ടർ രജീഷ്, അതുപോലെ തന്നെ ഡ്രൈവർ മനോജ് സെബാസ്റ്റ്യൻ, ഖമറുനിസ, ജോസഫ്, LC ജോസഫ്, റോസ്ലി പുല്ലൂരാമ്പാറ, ഇത്രയും പേരാണ് ഇവിടെ ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ബസിന്റെ കണ്ടക്ടറായിട്ടുള്ള രജീഷിനെ കോഴിക്കോട് മിംസിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെയാണ് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഇറക്കിയത്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ 6 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 2 പേരെ ഇവിടുന്ന് മാറ്റിയിട്ടുള്ളത്. നേരത്തെ രാജുവിനെയും അതുപോലെ തന്നെ ഗ്രേസ്യാമ്മ 2 പേരെയാണ് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. രാജുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഗ്രേസ്യാമ്മയെ കോഴിക്കോട് മിംസിലേക്കും മാറ്റിയിരിക്കുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ കണ്ടക്ടറായിട്ടുള്ള രജീഷിനെ കൂടി കോഴിക്കോട് മിംസിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഇവിടെ 6 പേർ ചികിത്സയിലുണ്ട്. 3 പേരെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു മരണം സംഭവിച്ചു. അത് 75-കാരായിട്ടുള്ള ത്രേസ്യാമ്മയാണ്. ത്രേസ്യാമ്മ ഇവിടെ വെച്ചാണ് മരിച്ചത്. മറ്റ് ആളുകളുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണ്. 6 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഗോകുൽ, ശരി. സമീർ സി മുഹമ്മദാണ് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുന്നു. മറ്റാരെങ്കിലും അവിടെ ചികിത്സയിലുണ്ടോ? ഗൂഗിൾ 2 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിലൊന്ന് ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജുവാണ്. രാജുവിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അത്യാഹിത വിഭാഗത്തിൽ അദ്ദേഹം തുടരുകയാണ്. മറ്റൊന്ന് മണിയാണ്. ഈ മണിയുടെ പരിക്ക് ഗുരുതരമല്ല. അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. മരിച്ച കമലയുടെ മൃതദേഹവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
ലിസ ആശുപത്രിയിൽ നിന്നാണ് ഈ കമലയെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അവർ. ഇവിടെ എത്തി അല്പസമയത്തിനകം തന്നെ മരണം സംഭവിച്ചുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇവിടെ രണ്ടുപേരാണ് ചികിത്സയിലുള്ളത്. ഒപ്പം തന്നെ മരിച്ച കമലയുടെ മൃതദേഹം ഇവിടെയുണ്ട്. കൂടുതൽ പേർ നിലവിൽ ഇവിടേക്ക് എത്തില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ശരി. കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ ബസ് മറിഞ്ഞുള്ള അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. 2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന കൂടി വിവരമാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനും ഹരിയാനയിൽ BJPക്കും ജയം. ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷം നേടി. സംസ്ഥാന പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള കശ്മീർ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ PDPയുടെ തകർച്ചയാണ് ജമ്മു കശ്മീരിൽ ശ്രദ്ധേയം. हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും ഹരിയാനയിൽ BJP നേടിയത് ഹാട്രിക് ജയം. അന്തിമ ചിത്രമായിട്ടില്ലെങ്കിലും ഹരിയാനയിൽ BJP കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. നയാബ് സിംഗ് സൈനി തന്നെ മുഖ്യമന്ത്രിയായി തുടരും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോൺഗ്രസ് സംശയം പ്രകടിപ്പിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായിരുന്നെങ്കിലും പിന്നാലെ BJP ലീഡ് ഉയർത്തുകയായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അപ്ലോഡ് ചെയ്യാൻ വൈകിയെന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കോൺഗ്രസ് ആരോപണം ശരിവെക്കുന്ന ഒന്നും കണ്ടെത്തിയില്ല. ചട്ടപ്രകാരമാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങളുമായി ആ വാർത്തയിലേക്ക് എത്താം. ഹരിയാനയിലെ വിധി അംഗീകരിക്കാനാകില്ല എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമല്ല, ഗ്രൗണ്ടിൽ കണ്ടതിന്റെ വിപരീതമാണ് ഉണ്ടായതെന്നും ജയറാം രമേശ്. तब रिजल्ट आना शुरू नहीं हुआ था. इनफैक्ट तब तो आप लोग बाहर जो हमें दिखा रहे कि रुझान हमारे पक्ष में चल रहे थे 70-71 सीट पे, तब भी हमने लिखित शिकायत हमारे राव नरेंद्र सिंह जी ने और पानीपत वाले कैंडिडेट ने करनी शुरू कर दी थी. So you said that results are not acceptable to the Congress. Could you elaborate on that? And what are the, apart from approaching the EC, will you also take legal recourse? What do you exactly mean when you say that it is not acceptable to you? Well, in response to जो मौसमी ने सवाल किया था, कितने सीटों का सवाल है, हमारा अनुमान है कि 12-14 सीटें ऐसे हैं जहां गंभीर, इससे भी ज़्यादा हो सकती हैं, पर पहला लिस्ट जो हमने तैयार किया है 12 या 14 सीटें ऐसे हैं जहां गंभीर सवाल उठाए गए हैं उम्मीदवारों द्वारा. तो ये कल ही बता पाएंगे फाइनल कितने सीटें हैं, पर आज मैं बता सकता हूं 12 से 14 सीटें पर गंभीर सवाल उठते हैं. The reason why we are not accepting it is because not only is it surprising, not only is it unexpected, but there are serious issues that have been raised on the integrity of the county. വിനീത വിജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, ഇപ്പോൾ ഹരിയാനയിലെ വിധി അത് തുടക്കത്തിൽ കോൺഗ്രസ് ആഘോഷം വരെ തുടങ്ങിയതാണ്. ആദ്യഘട്ടത്തിലെ ഫലസൂചനകൾ കണ്ട് പിന്നീട് അതൊക്കെ മാറി മറിയുന്നത് കണ്ടു. അത് അംഗീകരിക്കാനാവില്ല വിധി എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു. തുടർ നിയമ നടപടികളിലേക്ക് പോകുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയുമാണല്ലോ. ഹരിയാനയിൽ മൂന്നാമതും വിജയം, പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പ്രവചനങ്ങളെല്ലാം അട്ടിമറിക്കുന്നൊരു വിജയം BJP നേടുന്നു. അതേസമയം കശ്മീരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുന്നേറ്റം, അല്ലെങ്കിൽ അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നു, അവരുടെ മുദ്രാവാക്യങ്ങളെ അംഗീകരിക്കുന്നു എന്ന തരത്തിലുള്ള വിധി വരുന്നു. എങ്ങനെ വിലയിരുത്താം ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും വിധിയെ?
തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവചനാതീതമായിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനവിധി എന്നുള്ളത്. കാരണം എക്സിറ്റ് പോൾ ഫലമടക്കം മുന്നിൽ നിർത്തി നോക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നത് തന്നെയായിരുന്നു ഹരിയാനയിലെ ഈ സർവേകളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം ജമ്മു കാശ്മീരിൽ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളും സർവേകൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സർവേകളെയൊക്കെ പാടെ തള്ളുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ജനവിധി എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹിയിലെ AICC ആസ്ഥാനത്തെത്തുകയും അവർ ഈ വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആഘോഷ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മധുര വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു. നൃത്തച്ചുവടുകളുമായി പ്രവർത്തകർ AICC-യിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നാലെ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആ ലീഡ് നിലകൾ അത് മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ആരോപണവുമായി രംഗത്ത് വന്നത്. പ്രധാനമായും പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 7 റൗണ്ടും 8 റൗണ്ടും ഒക്കെ എണ്ണിത്തീർക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ ഏറ്റവും പിന്നിലായി പോകുന്നു കോൺഗ്രസ്. പക്ഷേ അവിടെ നിന്നുള്ള നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മറ്റൊരു വിവരമാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചേർന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതിയിൽ അവർ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ വരുന്ന അപ്ഡേഷനുകൾ അത് വ്യക്തതയില്ല, അതിൽ യാതൊരു കൃത്യതയുമില്ല. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഇതിൽ ഇടപെടണമെന്നും ഒപ്പം ഈ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണം, കൃത്യമായതും ഒപ്പം തന്നെ സുതാര്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഈ സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം. കോൺഗ്രസ് പ്രതീക്ഷിച്ചതും പ്രവചനങ്ങൾക്കും ഒക്കെ വിപരീതമായ ഫലമാണ് ഹരിയാനയിൽ വന്നത്. അത് അംഗീകരിക്കാനാവില്ല എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും യാതൊരുവിധ പിഴവുകളും ഇല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്യുന്നു. DGP RSS കൂടിക്കാഴ്ച വിവാദത്തിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. ADGP നടപ്പാക്കിയത് മുഖ്യമന്ത്രിയുടെ അസൈൻമെന്റ് എന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. RSS നേതാക്കളെ കണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും സ്ഥാനമാറ്റമല്ലാതെ എന്ത് നടപടിയെടുത്തുവെന്നും ചോദ്യം. കുമാർ ചെയ്തിരുന്ന ജോലി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള അസൈൻമെന്റ്സ് ആണ് ചെയ്തിരുന്നത്. BJP നേതൃത്വവുമായിട്ടുള്ള ലിങ്കായിരുന്നു സർ. അതിവിടെ വളരെ കൃത്യമല്ലേ? നിങ്ങളുടെ നേതാവ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും RSS നേതാക്കന്മാരെയും തുടർച്ചയായി അവരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെപ്പോഴും തുടരല്ലേ? ജൂൺ 1-ാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് 16 മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ അന്വേഷണത്തെ പ്രഹസനം എന്നല്ലാതെ ഞങ്ങൾ എന്ത് വിളിക്കും? LDF സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനെ ചർച്ചയിൽ പങ്കെടുത്ത CPI പ്രതിനിധി E ചന്ദ്രശേഖരൻ വിമർശിച്ചു. ഗവൺമെന്റിന്റെ നയങ്ങൾക്ക്, ആ ഗവൺമെന്റിന്റെ സമീപനത്തിന് എതിരായ നിലപാട് ഏത് ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചാലും അത്തരം നിലപാടുകൾക്കെതിരെ കർക്കശമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിയണം. അതിനുവേണ്ടിയുള്ള നിലപാടുകളാണ് ഈ കാലം അത്രയും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനവും ഗവൺമെന്റും സ്വീകരിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് കുട്ടി പാകിസ്ഥാൻ വേണോ എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസുകാരെന്ന് KT ജലീലിന്റെ പരാമർശത്തിൽ സഭയിൽ ബഹളമുണ്ടായി. മുന്നിലേക്ക് നോക്കൂ, പള്ളികൾ എവിടെ നോക്കിയാലും പള്ളികൾ. അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ? ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷാണ് മറുപടി നൽകിയത്. ADGPയുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചത് ഉചിതമായ നടപടിയെന്ന് മന്ത്രി വിശദീകരിച്ചു. സ്വന്തം അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുത്ത ശേഷം ബഹളമുണ്ടാക്കി സഭ നിർത്തിവെപ്പിച്ച് തങ്ങൾ കൊടുത്ത നോട്ടീസിന് അതിനോടൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഇന്നലെ പ്രതിപക്ഷം പോയത് നമുക്കെല്ലാവർക്കും അറിയാം. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഇന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ വലിയ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച, അതിലുള്ള മറുപടി കൊണ്ട് ADGP വിഷയത്തിലെങ്കിലും ഇനി ചർച്ചകളെ അവസാനിപ്പിക്കാൻ ഈ മറുപടികൾ തൃപ്തമാകുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര പ്രമേയ ചർച്ച വിജയകരമായെന്ന് കരുതാനാവുമോ?
ഗോകുൽ, ഇന്ന് നിയമസഭയിൽ ഒരു കൃത്യമായ മറുപടിയും സർക്കാർ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതും PR വിവാദമായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഇന്നലത്തെ പോലെ പ്രതിപക്ഷം ഒളിച്ചോടില്ലെന്ന് കരുതുമെന്ന് പറഞ്ഞ് പരിഹസിച്ചായിരുന്നു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ ചർച്ച ആരംഭിച്ച 12 മണിക്ക് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല. പകരം സ്പീക്കർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തി. മുഖ്യമന്ത്രിക്ക് പനിയും തൊണ്ടവേദനയും കാരണം വിശ്രമം നിർദ്ദേശിച്ചു ഡോക്ടർമാർ എന്നുള്ളതായിരുന്നു സ്പീക്കറുടെ അക്കാര്യത്തിലെ വിശദീകരണം. അതിനുശേഷം N. ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിലൂടെ ശക്തമായി സർക്കാരിനെ കടന്നാക്രമിച്ചു. RSS നേതാക്കളെ അജിത് കുമാർ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ട് 2023 മെയ്യിൽ തന്നെ കിട്ടിയിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചോദ്യമുയർത്തി. അഭിമുഖം നടക്കുന്നതിനിടെ ഒരാൾ വന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ ADGPയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ മന്ത്രി MB രാജേഷ് കൃത്യമായ മറുപടിയല്ല നൽകിയത്. മാത്രമല്ല, VD സതീശൻ പറയുന്നത് പോലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം, അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നും MB രാജേഷ് പറഞ്ഞു. ഈ PR വിവാദത്തിൽ ഹിന്ദു ദിനപത്രം നൽകിയ തെറ്റുതിരുത്തൽ വാചകത്തിൽ മാത്രം പിടിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധവും. മാത്രമല്ല, RSS നേതാക്കളെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന് പറഞ്ഞ് UDFനെതിരെ RSS ബന്ധം തിരിക്കാനും ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. ശരി ഷഫീദ്, ഏതായാലും ഇന്ന് സഭയിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയിൽ തൃപ്തരാകാതെ വീണ്ടും പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഗവർണറെ കണ്ടതെന്ന് അൻവർ നാടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. തെളിവുകൾ കൈമാറിയെന്നും PV അൻവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. ഒരു ഗവർണർ എന്ന നിലക്ക് അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ അദ്ദേഹത്തിന് ആരും അറിവ് നൽകിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ചില കാര്യങ്ങൾ, നാടിന്റെ ഒരു സുരക്ഷ എന്ന നിലക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയും ചില തെളിവുകൾ ഗവർണറിലേക്കാണ് കൈമാറി. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. പ്രതീക്ഷ, സർക്കാരും ഗവർണറും തമ്മിലൊരു ഏറ്റുമുട്ടൽ ഘട്ടത്തിലാണ് ഈ അൻവറിന്റെ സന്ദർശനം, കൂടിക്കാഴ്ച. എന്താണ് അൻവർ ലക്ഷ്യമിടുന്നത്? ഗോകുൽ, മുൻകൂട്ടി അനുമതി വാങ്ങി ഇന്ന് വൈകിട്ട് 4:15ഓടെയാണ് ഗവർണറെ PV അൻവർ കണ്ടത്. കൂടിക്കാഴ്ച ഏകദേശം 15 മിനിറ്റോളം നീണ്ടു നിന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവർണറോട് സംസാരിച്ചത് എന്നതാണ് PV അൻവർ പറയുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവർണറോട് സംസാരിച്ചിട്ടുണ്ട്. തന്റെ പക്കൽ ഉണ്ടായിരുന്ന ചില തെളിവുകൾ ഗവർണർക്ക് കൈമാറി എന്നും PV അൻവർ പ്രതികരിക്കുന്നുണ്ട്. ഈ നേരത്തെ തന്നെ RSSുമായി ബന്ധപ്പെട്ട ഗവർണർക്കെതിരെയും സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം വിമർശനം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് PV അൻവർ ഗവർണറെ കണ്ടത്. പക്ഷേ സർക്കാരിലുള്ള തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് താൻ ഗവർണറെ കണ്ടതെന്നുള്ള വിശദീകരണമാണ് അക്കാര്യത്തിൽ PV അൻവർ MLA നൽകിയിരിക്കുന്നത്. ഗവർണറുമായി സംസാരിച്ചതിന്റെ മറ്റ് വിശദാംശങ്ങൾ നാളെ മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നും ഗവർണറെ കണ്ട് കാര്യങ്ങൾ, തന്റെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, തനിക്കറിയാവുന്ന വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് PV അൻവർ പറയുന്നത്.